നമസ്കാരം. നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് പല രീതിയിൽ പല ആഹാരങ്ങളാണ് ഓരോരുത്തരും തിരഞ്ഞെടുക്കാറുള്ളത്. പലപ്പോഴും തന്നെ നമ്മുടെ ഒരു ഫിസിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ അതിനു വേണ്ടി മാത്രമാണ് ആഹാരം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അല്ല, നമ്മുടെ മാനസിക ആരോഗ്യം കൂടെ ഇതിനെ ബാധിക്കാറുണ്ട് എന്നുള്ളതാണ്. ആയുർവേദത്തിൽ, തൈത്തിരീയ ഉപനിഷത്തിലൊക്കെ തന്നെ ആഹാരത്തെ നമ്മൾ എങ്ങനെ കാണണം, ഭക്ഷണം എന്നുള്ളത് ഏത് രീതിയിൽ കഴിക്കണം, അല്ലെങ്കിൽ ആഹാരം എന്താണ് നമ്മുടെ ബോഡിക്ക്, അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലാണ് അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വളരെ വ്യക്തമായിട്ട് ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. അന്നം ബ്രഹ്മേതി വ്യജാനാത് അന്നാദ്വേവ ഗാൽമിമാനി ഭുതാനി ജായന്തേ അന്നേന ജാതാനി ജീവന്തി. എല്ലാ ജീവനുള്ള വസ്തുക്കൾക്കും തന്നെ ജീവിക്കാൻ, അതിനൊരു ബർത്ത് നൽകാൻ, അല്ലെങ്കിൽ ഒരു ജനനം നൽകുന്നത് വഴിയും, അതുമില്ലെങ്കിൽ അത് നിലനിന്ന് പോവാൻ വേണ്ടിയിട്ടും ഒക്കെ തന്നെ നമുക്ക് ഈ ഒരു ആഹാരം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് സ്പിരിച്വലായി, ഫിസിക്കൽ, മെഡിക്കൽ, തെറാപ്യൂട്ടിക് സിഗ്നിഫിക്കൻസ് ഒക്കെ തന്നെ ഇതിന് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു ശ്ലോകത്തിൽ വ്യക്തമായിട്ട് പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് ഏത് രീതിയിലാണ് ഭക്ഷണം കഴിക്കേണ്ടത് എന്നുള്ളത് സുശ്രുത സംഹിതയിലും പറയുന്നുണ്ട്. കാലേ സാത്മ്യം ലഘു സ്നിഗ്ധമുക്ഷ്ണം ക്ഷിപ്രം ദ്രവോത്തരം എന്നുള്ളതും സുശ്രുത സംഹിതയിൽ പറയുന്നുണ്ട്. അത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വളരെ നിരപ്പായിട്ടുള്ള സ്ഥലങ്ങളിൽ ഇരിക്കാനും, അല്ലെങ്കിൽ നമ്മൾ തറയിൽ നിന്നും ഒരല്പം ഉയർന്ന്, പണ്ടൊക്കെ നമ്മൾ പാവിരിച്ചിരിക്കും, ഇപ്പോൾ അത് ഡൈനിങ് ടേബിളിലും ചെയറിലും ഒക്കെ ഇരിക്കും എന്നുള്ളതേ ഉള്ളൂ. ആ രീതിയിൽ തന്നെ ഇരിക്കുന്ന സമയത്തും ഇരുന്ന് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതുപോലെ കഴിക്കുന്ന സമയത്ത് മറ്റുള്ള നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകളൊന്നും മനസ്സിൽ പാടില്ല എന്നും, ദേഷ്യം, വിഷമം, അല്ലെങ്കിൽ ഗ്രീഡി നാച്ചർ, ഇതൊന്നും തന്നെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാവരുത് എന്നുള്ളതാണ് പറയുന്നത്. കഴിക്കുന്ന ഭക്ഷണം ആസ്വാദകരമായിട്ട് അതിൻ്റെ രുചിയും മണവും നിറവും എല്ലാം തന്നെ എല്ലാ ഇന്ദ്രിയങ്ങൾ കൊണ്ടും കണ്ടറിഞ്ഞും ഒക്കെ തന്നെയാണ് നമ്മൾ ആഹാരത്തിന് അപ്രോച്ച് ചെയ്യേണ്ടത്. അതിൽ മുഴുവൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നന്നായി ചവച്ചരച്ച് കഴിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആഹാരം എങ്ങനെ വേണം എന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ്. ആ ചോയ്സ് തന്നെ എപ്പോഴും ആരോഗ്യപരമായിട്ടുള്ളതാണെങ്കിൽ ഏറ്റവും ഉത്തമം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ആരോഗ്യത്തിന്, അതായത് ഒരു പരിധിയിൽ കൂടുതൽ നമ്മുടെ ഓവർ വെയ്റ്റ് അല്ലെങ്കിൽ ഒബേസിറ്റി വരാത്ത രീതിയിൽ, ഫാറ്റ് അക്യുമുലേഷൻ കൂടാത്ത രീതിയിലുള്ള ആഹാരം തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും തന്നെ വളരെ ഉചിതമായിട്ടുള്ള ഒരു കാര്യമാണ്. അതിനു കൂടെ തന്നെ നിങ്ങൾ എക്സസൈസ് ചെയ്യുന്നതും, നമ്മുടെ ഡെയിലി റൂട്ടീനും, ഉറക്കം, വെള്ളം കുടിക്കുന്ന കാര്യങ്ങൾ, ആ ഡയറ്റ് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുന്നതൊക്കെ വന്നു കഴിഞ്ഞാൽ വളരെ ഹാപ്പി ഹോർമോൺസ് ഒക്കെ റിലീസ് ചെയ്യാനും, നമ്മുടെ ഹോർമോൺ ഇഷ്യൂസിനെയൊക്കെ ഒരു പരിധി വരെ നിയന്ത്രിക്കാനും, ഇങ്ങനെയുള്ള ഒത്തിരി ഗുണങ്ങളുണ്ട്. നമ്മൾ എല്ലാ വീഡിയോസിലും പറയുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ സഹായിക്കുന്ന, മുൻപ് ഞാനൊരു റെസിപ്പി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഒരുപാട് പേർക്ക് ഉപകാരമായിട്ടുള്ളതാണെന്ന് കമൻസിലും കണ്ടു. അപ്പോൾ അതുപോലെ തന്നെ അവർക്കൊന്നും കൂടെ, അത്തരം ആളുകൾക്ക്, നമ്മൾ പുറത്ത് ജോലിക്ക് പോകുന്നവരായിരിക്കാം, ഈസി പ്രിപ്പറേഷൻ ആണ് എന്ന് വേണ്ട, നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടു നോക്കാം. ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയിൽ എപ്പോഴും തന്നെ ഞാൻ ചൂസ് ചെയ്യുന്ന ഒന്നാണ് ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഈ ഒരു മുസലി മിക്സ് എന്നുള്ള, സീഡ്സും നട്ട്സും വെജിറ്റബിൾസും മില്ലറ്റ്സും, ഇതിൽ അയണും വൈറ്റമിൻ B1, C, ഇതൊക്കെ തന്നെ നമുക്ക് ധാരാളം പ്രോബയോട്ടിക്സ് അടങ്ങിയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ഗട്ടിന് വളരെ ഹെൽത്തി ഗട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ സഹായിക്കുന്നതാണ്. ഡയബറ്റിക് ഫ്രണ്ട്ലി ബ്രേക്ക്ഫാസ്റ്റ് സ്റ്റൈലാണ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ആഡഡ് ഷുഗേഴ്സ് ഒന്നും തന്നെ ചേർത്തിട്ടില്ല. നമുക്ക് ബോഡിക്ക് അത്രയേറെ ഹെൽത്തി ആയിട്ടുള്ള മില്ലറ്റ്സുകളും ഒക്കെ തന്നെ ചേർന്നിട്ടൊരു ഡ്രൈ ഫോമിലുള്ള മിക്സാണ്. ഇതൊന്നെങ്കിലും ഉപയോഗിക്കേണ്ടത് നമുക്ക് യോഗേർട്ടിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മിൽക്കിൽ, ആൽമണ്ട് മിൽക്കോ സോയ മിൽക്ക് അല്ലെങ്കിൽ കൗ മിൽക്ക്, ഇതിലേതിലെങ്കിലുമൊക്കെ സോക്ക് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പം ഇത് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മിക്സ് ഉപയോഗിച്ചിട്ട് തന്നെ ചിയാ സീഡിൻ്റെ മിക്സും കൂടിയായിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. ഹൈ പ്രോട്ടീനും 0 ഫാറ്റും അടങ്ങിയിട്ടുള്ള രീതിയിലുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. അതിലെടുത്തിട്ടുള്ളത് ഞാനിവിടെ ഗ്രീക്ക് യോഗേർട്ടാണ്, ബ്ലൂബെറി ഫ്ലേവറാണ് ഇതിനുള്ളത്. അപ്പം
പ്രത്യേകിച്ചൊരു സ്വീറ്റിൻ്റെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വളരെ എനർജറ്റിക് ആയിട്ട് ഇരുത്താൻ വേണ്ടി സഹായിക്കും. പ്രോബയോട്ടിക് റിച്ച് ആയിട്ടുള്ളതാണ്, സ്കിന്നിനും ഹെയറിനും ഓവറോൾ ബോഡിക്കൊക്കെ ബെനിഫിഷ്യൽ ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ചിയാ സീഡ് ഒരു ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് കുതിർക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിൽ നിന്ന് പകുതി യോഗേർട്ട് എടുത്തിട്ട് അല്പം വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ട് ലൂസാക്കിയിട്ടുണ്ട്. കാരണം ഇതൊന്ന് സോക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നിർബന്ധമൊന്നുമില്ല, ചെറിയൊരു കുറച്ചൊരു തിക്കായിട്ടുള്ള രൂപത്തിലാണ്, അതൊന്ന് ലൂസാക്കി എന്നുള്ളതേ ഉള്ളൂ. അത് നിങ്ങൾക്ക് നിർബന്ധമില്ല, അല്ലെങ്കിൽ അതുപോലെ തന്നെ ആഡ് ചെയ്താലും മതി. ഇനി ഇത് നന്നായിട്ടൊന്ന് കുതിർക്കാൻ ഈ ഒരു ബൗളിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് അതിലേക്ക് കുറച്ച് ഫ്രൂട്ട്സ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ളത് ഇപ്പം നല്ല പഴുത്ത മാങ്ങാക്കാലം ആയതിനാൽ മാങ്ങയുണ്ട്, അത് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഉണ്ടോ ഈ ഒരു തിക്ക് രൂപത്തിലായിരിക്കും ശരിക്കും യോഗേർട്ട് ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ഈ സ്വീറ്റ് യോഗേർട്ട് ഇതിന് മുകളിലേക്ക് അല്പം ചേർത്തിട്ടുണ്ട്. ഓരോ ലെയറായിട്ട് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റിയാണ്. പിന്നെ നട്ട്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം ഇതന്നെ അത്യാവശ്യമുണ്ട്. ഇനിയിപ്പം ഇതിലേക്ക് സാധാരണ എല്ലാവർക്കും കിട്ടുന്നതാണ് പഴം എന്നുള്ളത്. ഏത് പഴമാണോ അവൈലബിൾ ആയിട്ടുള്ളത് ചേർക്കാം. ഗ്രേപ്സ്, ഇതിപ്പോൾ ബ്ലൂബെറി ചേർത്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. കയ്യിൽ എന്തൊക്കെ ഫ്രൂട്ട്സ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണോ കഴിക്കാൻ ഇഷ്ടമുള്ളത് അത് ആഡ് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഞാൻ നമ്മുടെ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഈ ഒരു മുസല്ലി സെറിയൽ മിക്സും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത് പറഞ്ഞല്ലോ, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളവർക്ക് പോലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്തിട്ടുള്ളതൊക്കെ തന്നെ. അപ്പോൾ ഈ ഒരു മിക്സും കൂടെ ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വളരെ ക്രഞ്ചി ഇഫക്റ്റും അതുപോലെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റിയുമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത. അപ്പോൾ ഈ ഒരു മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഓർഗാനിക് ഹാബിറ്റ്സിൻ്റെ ഈ ഒരു പൗഡർ സെറിയൽ മിക്സ് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഫ്ലിപ്കാർട്ടിൻ്റെ ഒക്കെ തന്നെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതുവഴി നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇന്ന് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇതൊന്ന് ഉണ്ടാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ്. സ്വീറ്റിന് വേണ്ടി ഞാൻ എക്സ്ട്രാ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തന്നെ ഒരു സ്വീറ്റ്, നാച്ചുറൽ സ്വീറ്റ് ഉള്ളതുകൊണ്ട്, ഇല്ലെങ്കിൽ ഹണി ചേർക്കാവുന്നതാണ്. ഇത് പലപ്പോഴും ഒരുവിധം എല്ലാ കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒക്കെ ഒരുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് നമ്മൾ ഹെൽത്ത് വൈസ് നോക്കിയാലും നമുക്ക് സ്കിൻ, ഹെയർ ഹെൽത്തിനും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചിയാ സീഡ് എന്നുള്ളത്. അപ്പോൾ ചിയാ സീഡിൻ്റെ തന്നെ ഒരുപാടേറെ വെറൈറ്റി നമ്മൾ മുൻപും ചെയ്തിട്ടുണ്ട്. അപ്പം കഴിയുന്നതും നിങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമ്മുടെ ആരോഗ്യപരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സീഡാണ് ചിയാ സീഡ് എന്നുള്ളത്. അത് ഉപയോഗിച്ചിട്ട് തന്നെ കുറച്ചുകൂടെ വളരെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ബോഡിക്ക് അന്നത്തെ ഒരു ദിവസത്തെ വളരെ എനർജറ്റിക് ആയിട്ട് ഇരുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് മിക്സാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്കത് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മളത് ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് കാണാൻ പറ്റും. ഫുൾ സ്റ്റൊമക്കായിട്ട് ഇരിക്കുകയും ചെയ്യും. നമുക്ക് ആ ഒരു എനർജി നമുക്ക് തന്നെ ഫീൽ ചെയ്യും. കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ അതിൽ നിന്നൊരു മോചനമായിരിക്കും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ചിയാ സീഡിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടൊക്കെ എപ്പോഴും നമ്മൾ അതിനെക്കുറിച്ച് അറിഞ്ഞതിന് ശേഷം വേണം ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ടും എങ്ങനെ ഉപയോഗിക്കണം, മറ്റുള്ള രീതിയിൽ വെയിറ്റ് ലോസിന് വേണ്ടി എങ്ങനെ ഡ്രിങ്ക് തയ്യാറാക്കണം എന്നുള്ളതൊക്കെ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതൊന്ന് കണ്ടതിന് ശേഷം വേണം ഇതുപോലുള്ള റെസിപ്പീസ് ഉണ്ടാക്കി നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം കഴിയുന്നതും ഒരുപാട് പേർക്ക് ഇത് ഉപകാരമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിരിക്കും. പലരും തന്നെ ഉപയോഗിക്കുന്നവരും ആയിരിക്കും. എങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.